ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കഴിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത് ഗോതമ്പിൻ്റെ ഉപ്മാവ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സബോളയും ക്യാരറ്റും ഗ്രീൻ പീസും പിന്നെ കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായി വഴറ്റിയെടുത്തു. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു നുറുക്ക് ഗോതമ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഉപ്മാവാക്കിയെടുത്തു കേട്ടോ. അപ്പോൾ അതും അതേപോലെ തന്നെ ഒരു ഗ്ലാസ് പാലും ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ഒരു 3:30-4 മണി ആ ഒരു ടൈമിൽ ഇതേപോലെ കുടിച്ചു കേട്ടോ. അപ്പോൾ എനിക്കെപ്പോഴും ചൂടുള്ളതാണ് കേട്ടോ കുടിക്കാനായിട്ട് ഇഷ്ടം. നല്ല ചൂടായിട്ടുള്ള പാലോ ചായയോ കാപ്പിയോ അങ്ങനെ കുടിക്കാനായിട്ടാണ് കേട്ടോ ഇഷ്ടം. കുറച്ച് ഉപ്മാവ് കഴിച്ചതിന് ശേഷം എനിക്ക് തോന്നി പത്തിരി കഴിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്ത് പത്തിരിയും അതേപോലെ തന്നെ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാലത്തേലത്തെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ 2 പത്തിരിയും കുറച്ച് കറി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടയൊക്കെ കാലത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് കഴിച്ചു. പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാലത്ത് നമ്മൾ കഴുകിയിട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് റൂമിൽ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ തുണികളൊക്കെ എടുത്തിട്ട് ഞാൻ ഉമ്മാർ തന്നെയാണ് കേട്ടോ വെച്ചത്. ഇനി അകത്തേക്ക് കയറുന്ന സമയത്ത് അത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തിണ്ണയുടെ അവിടെ വെക്കുകയാണ് കേട്ടോ ചെയ്തതും. അത് കഴിഞ്ഞപ്പോൾ മുളക് ഇതേപോലെ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു മുറത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉണങ്ങാനായിട്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഉമ്മാർത്തേക്ക് വെച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചെടി നനയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചെടിക്കൊക്കെ ഞാൻ ഇതുപോലെ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. ഈ ഒരു ചൂടത്ത് 2 നേരം വെള്ളം ഒഴിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടികൾ വാടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാലത്ത് ചില സമയങ്ങളിലേ നനയ്ക്കാറുള്ളൂ. നേരം കിട്ടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെയിലൊന്നും അധികം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നനയ്ക്കാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വൈകുന്നേരങ്ങളിലാണ് കൂടുതലായിട്ട് ഇതേപോലെ നനച്ച് കൊടുക്കാറ്. നമുക്ക് തന്നെ സത്യം പറഞ്ഞാൽ അകത്ത് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടോ. കാരണം അത്രയ്ക്കധികം ചൂടാണ്. ഉമ്മാറത്തൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വേർക്കും. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ചൂട് തള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ചെടികളുടെ കാര്യം പറയണ്ടല്ലോ. ഭയങ്കരമായിട്ട് ചൂടായതുകൊണ്ട് തന്നെ ചില ചെടികളൊക്കെ ഈ ഒരു സൈഡിലത്തെ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് അധികം വെയിലൊന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു വെയിലും കൊള്ളാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സമയത്ത് ഇതേപോലെ നനച്ചു കൊടുക്കുന്നത്. അങ്ങനെ നനയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റത്ത് ഇതുപോലെ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുറ്റടിക്കാനായിട്ട്. കാരണം ചെറുതായിട്ട് പൊടിയൊക്കെ തൂളുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ചെറുതായിട്ട് ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് കൂടാണ്ടാച്ചിട്ട് ഞാൻ ഇതേപോലെ എല്ലാ സൈഡും ഈ ഒരു ഓസ് വെച്ചിട്ട് തന്നെ വെള്ളമൊക്കെ ഒന്ന് തളിച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പിന്നെ മുറ്റടിക്കുന്ന സമയത്ത് അധികമൊന്നും പൊടിയുടെ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വെള്ളമൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ചൂല് ഉപയോഗിച്ചിട്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണുണ്ട് കേട്ടോ. അപ്പോൾ കാലത്ത് അടിച്ചതുകൊണ്ട് തന്നെ അധികം ചവറൊന്നും ഇല്ല കേട്ടോ. എന്നാലും കാറ്റത്ത് വീണ കുറച്ച് പഴുത്ത ഇലകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇടുകയാണ് ചെയ്തത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ വെയിലൊന്നും അധികം പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ഇളം വെയിലായിട്ടുണ്ട്. അപ്പോൾ ആ വെയിലൊക്കെ ഒന്ന് കൊള്ളുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് ചെയ്തെടുക്കുന്നത്. അങ്ങനെ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് ഉമ്മാറും അകമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയെടുത്തു. അതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു മുടിയുടെ ജടയൊക്കെ ഒന്ന് കളയാമെന്ന് കേട്ടോ. കാരണം കാലത്ത് ഞാൻ ആ കുളി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഉണങ്ങിയപ്പോൾ കെട്ടി വെച്ചതാണ് കേട്ടോ മുടി. ജട കളയെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് മുടി ജടയൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ മുടിയൊക്കെ അഴിച്ച് 2 സെക്ഷനാക്കി ഇട്ട് കൊടുക്കും കേട്ടോ. അതിന് ശേഷം ഇതേപോലെ കൈ വെച്ചിട്ട് ഞാൻ ആദ്യം കളയും കേട്ടോ ജട. അപ്പോൾ തന്നെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന ജട പകുതി മുക്കാലും പോയി കിട്ടും കേട്ടോ. അങ്ങനെ 2 സൈഡിൽ കളഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കേട്ടോ ചീർപ്പ് ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ടുള്ള ആ ഒരു ജടയൊക്കെ കളഞ്ഞിട്ട് മുടി കെട്ടി വെക്കാറ്. ഈ ഒരു സമയത്താകുമ്പോൾ നമുക്ക് ആ ഒരു വൈകുന്നേരത്തെ കാറ്റും അതേപോലെ തന്നെ വെയിലൊക്കെ കൊള്ളാനായിട്ട് നല്ലതാണ്. അങ്ങനെ മുടിയിലെ ജടയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ച് കൊടുക്കും. ഇപ്പോൾ ഞാൻ വെറുതെ സാധാരണ നമ്മൾ വീട്ടിൽ കെട്ടുന്ന പോലെയാണ് കെട്ടുക. പിന്നെ കെടുക്കണ സമയത്താണ് ഒന്നും കൂടി ചീകി കൊടുത്തതിന് ശേഷം മുടി മേലൊക്കെ ആക്കിയിട്ട് കെട്ടി കൊടുക്കാറ്. പിന്നെ ഈ മുടി കെട്ടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ പോവുക കുളിക്കാനായിട്ടാണ്. ഒരു 6 മണിയുടെ ഉള്ളിൽ കുളിയും അതേപോലെ തന്നെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് കയറും കേട്ടോ. പിന്നെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങണ പണിയൊന്നുമില്ല. ചില ദിവസങ്ങളിൽ കാലത്ത് വെയിലൊന്നും കൊള്ളാറില്ല കേട്ടോ. കാരണം ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ കുറച്ചധികം നടക്കും. അതുപോലെ തന്നെ വെയിൽ കൊള്ളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ.
ഇനി ഇതേ കുളിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ കുളി കഴിഞ്ഞ് നമ്മുടെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഉപ്പേരിക്ക് ഉണ്ടായിരുന്നത് ബീൻസാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നാണെങ്കിൽ സാമ്പാറായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ ബീൻസൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ അതേ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോള് കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുന്നതാണ് കേട്ടോ ഈ ഒരു സാലഡ് പോലത്തെ ഒരു സംഭവം. സിപ്പപ്പ് പോലെ തന്നെ കേട്ടോ, ഏകദേശം പിസ്തയുടെ ഫ്ലേവറിൽ. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തോ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് കുടിച്ചിട്ട് ബാക്കി ഞാൻ മോൾക്ക് തന്നെ കൊടുത്തു കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ അരിയലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തുണി ഉണ്ടായിരുന്നല്ലോ, ഉണങ്ങിയ തുണികളൊക്കെ ഇതേപോലെ ഓരോരുത്തരുടെ ആയിട്ട് ഞാൻ മടക്കിയിട്ട് ഓരോ സെക്ഷനാക്കിയിട്ട് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഉണങ്ങിയ തുണികൾ അപ്പോൾ ഇതേപോലെ മടക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് കാണുമ്പോൾ നമുക്ക് മടിയാവും കേട്ടോ മടക്കി വെക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ വേഗം ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ ഉപ്പേരിയൊക്കെ പോയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 8 മണി 8:30 ആ ഒരു സമയത്ത് ആകുമ്പോഴത്തേനൊക്കെ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാറും അതേപോലെ തന്നെ ബീൻസിൻ്റെ ഉപ്പേരി ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഗുളിക രാത്രി കഴിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോള് ഇതുപോലെ ബബിൾസ് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതേപോലെ ഊതി കളിക്കുകയാണ് കേട്ടോ. പിന്നെ കിടക്കണ നേരം ആയി കഴിഞ്ഞാൽ മുടിയൊക്കെ ഒന്ന് മേലേക്ക് ആക്കിയിട്ട് കെട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ എൻ്റെ ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. മുടിയുടെ ജടയൊക്കെ നമ്മൾ നേരത്തെ കളഞ്ഞുകൊണ്ട് തന്നെ അധികം ജടയൊന്നും ഇല്ല കേട്ടോ. ജട ഒട്ടും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ എന്നാലും വെറുതെ ഒന്ന് ചീന്തിയിട്ട് പിന്നെ തലയൊക്കെ ഒന്ന് ഒരു 5 മിനിറ്റ് നേരെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതിന് ശേഷം മുടിയൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. അതിന് ശേഷം നെറുകയിലേക്ക് ഇതേപോലെ കെട്ടി കൊടുക്കാൻ കേട്ടോ ചെയ്യുക. ഇങ്ങനെ കെട്ടി കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂട് ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുടി വളർച്ചയൊക്കെ കൂടാനായിട്ട് ഈ ഒരു രീതി വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കെട്ടി കൊടുത്തതിന് ശേഷം പിന്നെ കെടുക്കാനായിട്ട് പോകാണ്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.